ഹലോ ഗീസ്, എല്ലാവർക്കും നമസ്കി. സോ ഗീസ്, അപരാധം പ്ലസ് കോമാളിത്തരം പ്ലസ് മണ്ടത്തരം പ്ലസ് ഊക്കോക്ക് വേണ്ടി മാത്രം വീഡിയോ ഇടുന്ന കുറേ ടൈപ്സ് ഓഫ് ടീപ്സ് ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇവന്മാരെ ഡേ ബൈ ഡേ ഉള്ള ഗ്രാഫ് എന്നൊക്കെ പറയുമ്പോൾ ഗീസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ ഒരു യുദ്ധഭൂമിയിലേക്ക് ഇങ്ങനെയുള്ള കുറേ അപരാധങ്ങൾ ഇറങ്ങി വീടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പെറുന്ന് വീടുന്ന പോകുന്ന പറയുമല്ലോ ഗീസ്, അതേപോലുള്ള കുറേ ടൈപ്സ് ഓഫ് അപരാധങ്ങൾ വീണുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട് ഗീസ് പ്രാന്തെടുത്ത് വീഡിയോ ഇടേണ്ടി വരുന്ന ഒരു കഷ്ടമുണ്ടല്ലോ ഗീസ്. ആ ഒരു അപമാനമാണ് ഗീസ് ഞാനിപ്പോൾ അനുഭവിച്ചിരിക്കുകയാണ്. ഓക്കെ, സോ അങ്ങനെയുള്ള കുറേ ടൈപ്സ് ഫ്രീ ഗീസ് ഇറങ്ങിയിട്ടുണ്ട് ഗീസ്. ഓക്കെ, ആ ഫ്രീ ഗീസിനെ ഗീസ് ഇന്ന് റോസ് ചേട്ടന്റെ അമ്മേരയിൽ ഒരു വിളക്കെടുത്ത് വെക്കാൻ പറ. എനിക്കങ്ങ് വരെ ഒരു വാക്ക് ഒറ്റ മൈൻഡ്. ഗൈസാണെങ്കിൽ പാല് കൂച്ചാൻ വേണ്ടി ഇപ്പോഴും അമ്മ വേണ്ടി വരും. ഓക്കെ, എന്നിട്ടാണ് മോളൂട്ടി ഇപ്പോൾ ഒറ്റ മൈൻഡ് തേങ്ങ മൈൻഡ് മറ്റേ മൈൻഡ് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത്. കൊച്ചായിപ്പോയിട്ടാണ് ഒന്നും പറയാൻ പറ്റുന്നില്ല. ഇന്ന് ആലോചിക്കണമെങ്കിൽ ഇതൊക്കെ എന്താണ് ഇങ്ങനെ. പിന്നെ ഇതൊക്കെ കണ്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി കുറേ ടീംസ് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, പ്ലസ് ടു ആവുന്നതിന് മുമ്പേ അമ്മേനെ അച്ഛനും കളഞ്ഞിട്ട് അങ്ങ് ഇറങ്ങി ഓടുക. കാരണം എന്തുണ്ടെങ്കിലും ജോലി ഉണ്ടെങ്കിലും ജോലി ഇല്ലെങ്കിലും അങ്ങ് ഇറങ്ങിപ്പോയിക്കോളൂ. ഓക്കെ, അതുകൊണ്ട് ഇതൊക്കെ കാണുമ്പോൾ കൊച്ചുകളുടെ സംബന്ധിച്ച് ഓക്കെ ഇതൊക്കെ നോർമലാണെന്നുള്ളൊരു വിചാരം അങ്ങ് വരും. സോ അതൊക്കെ തന്നെയാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയൊരു അടിസ്ഥാന ഭാഗം വിടലൊക്കെ തട്ടും. ഓക്കെ, സോ പറഞ്ഞിട്ട് കാര്യമില്ല ഗീസ്, അങ്ങനെയുള്ള കുറേ വിടലുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും വിശ്വസിക്കുന്ന ഈ കൊച്ചിൻ്റെ അമ്മ അച്ഛൻ കണ്ടിട്ടുണ്ടാവും. സോ മോളോട്ടേക്ക് കുറച്ച് വൈബ്രേറ്റർ കൂടുതലാണ്. ഓക്കെ, വൈബ് കൂടുതലാണ്. ഓക്കെ, അവർ പിരിക്കും ബ്രേക്കപ്പായി. അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ആദ്യത്തെ ബ്രേക്കപ്പ് പ്രൈമറി സ്കൂളിലായിരുന്നു. അവൾ എന്നെ വിട്ടുപോയി, പുതിയ യൂണിഫോമുള്ള ഒരു പയ്യനുമായിട്ട് പോയി. മൈ ഫസ്റ്റ് ബ്രേക്കപ്പ് വാസ് ഇൻ പ്രൈമറി സ്കൂൾ. ഷീ ലെഫ്റ്റ് മീ ഫോർ എ ഗായ് വിത്ത് ന്യൂ യൂണിഫോം. അമ്മാവൻജി യു ആർ എ ലക്കി ഫെല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ ഒരു പടക്കത്തിനിട്ട് അമ്മാവൻജി കെട്ടിയിരുന്നെങ്കിൽ അമ്മാവൻജീൻ്റെ ലൈഫ് കോഞ്ഞായിട്ടാണ്. ഓക്കെ, ഒരു യൂണിഫോം കണ്ടപ്പോഴേക്കും അവർ വേറെ ഏതാ ഒരുത്തിനൂടെ പോയെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, വലിയ 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 സാധനമൊക്കെ കണ്ട അവർ വലിയവരൂടെ പോവില്ലേ. പിന്നെ അതേപോലെ തന്നെ മെൻ ആർ ബ്രേവ് ആണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ഹോൾ മാത്രം ഫോക്കസ് ചെയ്യാതെ ഗോൾസിലോട്ട് ഫോക്കസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ വലിയ വലിയ കുരുടമായ കാര്യങ്ങളൊക്കെ നമ്മൾ അച്ചീവ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഓക്കെ, സോ അതുകൊണ്ട് നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്യാൻ ഞാൻ എന്തെങ്കിലും വിശ്വസിക്കുന്നു. അമ്മാവൻ അവരെ കളഞ്ഞത് കൊണ്ട് അമ്മാവൻ നല്ലൊരു നിലയിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിലയിലെത്തിയില്ലെങ്കിൽ അത് അമ്മാവൻ്റെ കയ്യിരിപ്പുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കുക. അമ്മാവൻ ഇത് കണ്ട് എനിക്ക് കൊതിയായി, ഞാനും കൂടി വെള്ളത്തിലിറങ്ങി. പക്ഷെ പെട്ടെന്ന് വെച്ച് എനിക്ക് എന്തോ ഒന്ന് തോന്നി. അങ്ങനെ ഞാൻ പെട്ടെന്ന് കയറി കേട്ടോ. ഞാൻ കാര്യം പറയാം, സത്യത്തിൽ ഞാൻ ഇപ്പൊ ഇറങ്ങിയതായിരുന്നു, പെട്ടെന്ന് കയറി. കാരണം വെച്ചാൽ പെട്ടെന്നൊരു തോന്നല്, ഇവർ ഇത്രയും ആളുകൾ ഇങ്ങനെ ഈ വെള്ളത്തിൽ ഇറങ്ങുന്നു, ഇവരുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും വെള്ളത്തിൽ മുങ്ങുന്നു. പിന്നെ വെള്ളത്തിനകത്ത് ഇറങ്ങി പിന്നെ ഫസ്റ്റ് തല മുങ്ങും അമ്മാവ. മനസ്സിലാവാത്തോണ്ട് നോക്കിയാണ്. പിന്നെ അല്ലാതെ പിന്നെ ഇത് കാലകാലങ്ങളോടെ നടക്കുന്ന ഒരു കാര്യമാണ്. ഈ വെള്ളത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ ശരീരം മൊത്തത്തോട് മുങ്ങുന്നതെന്ന്. ഓക്കെ, ഫസ്റ്റ് അല്ലാണ്ട് പിന്നെ നമ്മൾ തല മാത്രം മുങ്ങി കയറി നമ്മൾ ചത്തുപോകും അമ്മാവ. ഓക്കെ, അത് മനസ്സിലാകാം, ബ്രീത്ത് കിട്ടൂല. പിന്നെ അത് കൂടാണ്ട് ഇവർ ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്ന വെള്ളത്തിന്റെ അകത്ത്, പിന്നെ അതിനകത്ത് വളി വിടുന്നുണ്ടാവും. ഒരു മാനിയം വന്നിരിക്കുന്നു. വീട്ടിൻ്റെ എല്ലാ മൂലയും പോയി മൂത്രം ഒഴിച്ച് വരച്ചു വയ്ക്കുന്ന ടീംസാണ് വന്നിട്ട് ഇവിടെ വന്നിട്ട് ക്യാമറ രൂപത്തിൽ വന്നിട്ട് പല മാനത്തിനും കാണിക്കും. പിന്നെ ഇവർ തുപ്പുന്നുണ്ടാവും, വെള്ളം വായിലെടുത്ത് കുളുമ്പി തുപ്പലൊക്കെ ഉണ്ട്. ഇവർ അല്ലെങ്കിൽ മൂക്ക് മുങ്ങിയിട്ടുണ്ട്, മൂക്ക് ചീറ്റിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് ഉരുണ്ട് കുളിച്ച് ചെയ്യേണ്ട എന്ന് പെട്ടെന്ന് വെച്ച് തോന്നിയപ്പോൾ ബോധം വന്നപ്പോൾ ഞാൻ കയറിയതാ. അമ്മാവൻ്റെ വീട്ടിൽ പൈപ്പിൽ വരുന്ന വെള്ളം നല്ല ശുദ്ധമായ വെള്ളമാണെന്നാണ് അമ്മാവ് വിശ്വസിക്കുന്നത്. അത് ആരും ചൂടാക്കിയ പൈപ്പിലൂടെ ഒഴിച്ച് തരില്ല. ഓക്കെ, അത് മനസ്സിലാക്കുക. എൻ്റെ പൊന്നമ്മാവ, നിങ്ങൾ കടലിൻ്റെ അകത്തിൽ നിൽക്കുന്ന നോക്കി, അല്ലാണ്ട് നിങ്ങൾ സ്വിമ്മിംഗ് പൂളിൻ്റെ അകത്തൊന്നുമല്ല ഇരിക്കണം. ഇവിടെ പ്യൂരിഫിക്കേഷൻ പ്ലസ് ഫെർട്ടിലൈസേഷൻ എന്ന സാധനം അവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു സിസ്റ്റം അവിടെ നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ മൂത്രം വെച്ചാൽ നിങ്ങളവിടെ എന്ത് ചെയ്ത് വെച്ചാൽ അമ്മ പറഞ്ഞ രീതിയിലുള്ള അനാശാസ്യപ്രദമായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എൻ്റെ പൊന്നോ. അതൊക്കെ അവിടെ ചെയ്ത് വെക്കുമോ? അത് എനിക്ക് തോന്നുന്നില്ല. ഈ മാന്യന്മാരായിട്ടുള്ള ആൾക്കാരൊക്കെ അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മാവൻ അത് ചെയ്യുന്നുണ്ടായിരിക്കും. അമ്മാവൻ ആ ഒരു രീതിയിൽ വന്ന് ക്യാമറയിൽ വന്ന് തൊലിച്ചിട്ട് പോകണം. ഓക്കെ, എൻ്റെ പൊന്നമ്മാവൻ, നിങ്ങൾ കുറച്ചെങ്കിലും വിവരം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ മനസ്സിലാക്കൂ. നിങ്ങളല്ലാതെ ഇപ്പൊ കടന്റെ അകത്ത് വെറുതെ കുത്തിയിരുന്ന നിങ്ങൾക്ക്
ഗൈസ് ഇങ്ങനെയുള്ളവരെ പിടിച്ചുകൊണ്ട് വന്നിട്ട് അവർ വെറും കോമാളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കുറേ ടൈപ്സ് ഓഫ് ടീംസ്. ഓക്കെ, ഇവരെനിക്കൊന്ന് കല്യാണത്തിന് അങ്ങനെയാണ് തോന്നുന്നു കൊണ്ടുവന്നേന്ന് തോന്നുന്നു. ഓക്കെ, അവിടെ എന്തൊരു കല്യാണ ഫംഗ്ഷൻ ആണെന്നാണ് വിശ്വസിക്കുന്നത്. ഇങ്ങനെയൊക്കെ വെറുതെ ഇവർ കോമാളിയാക്കേണ്ട ആവശ്യമുണ്ട്. ഇവരെയൊക്കെ വിളിച്ചുകൊണ്ടെന്ന് ഇവർ ഇങ്ങനെ കാണിക്കൂ. കാരണം ഇവർ ആ ഒരു ടൈപ്പ് ഓഫ് മെൻറ്റായിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ അലിൻ ജോസ് പേര് തന്നെ കുറേ ടൈപ്സ് ഓഫ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെറും കോമാളിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെ സംബന്ധിച്ച് ഇവർ എന്തോ ഒരു നല്ല സംഭവം എന്നാണ് ഇവരൊരു വിധം. കാരണം ഇവരൊരു മെൻറ്റാലിറ്റി അതാണ്. കാരണം അവർ വളർന്നു വന്ന ഒരു സാഹചര്യത്തൊക്കെ ആയിരിക്കാം മേ ബി അങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഓക്കെ, അവർ ആ ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന ആ ഒരു റെസ്പോൺസിലും അവർക്ക് അവരൊക്കെയാണ് അവർ അപ്രോച്ച് ചെയ്ത് എടുക്കുന്നത്. ബട്ട് ഗൈസ് ഇറ്റ്സ് ടു മച്ച് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് അവർ വെറും ഒരു കോമളായിക്കൊണ്ടാണ് അവിടെ നിൽക്കുന്നത്. അത് ഒത്തിലാണ് വിശ്വസിക്കുന്നത്. സോ ഗൈസ് അവരുടെ ജീവിതമാണ്, അവരിതാണ്, അവരെന്താണ് തീരുമാനിക്കേണ്ടത് അവരാണ്. ഓക്കെ, സോ പിന്നെ ഗൈസ് ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ഇവരിതൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. ഓക്കെ, കാരണം ഇവരെ സംബന്ധിച്ച് ഇവരൊക്കെ ഒരു ഹൈ ലെവലായിട്ടാണ് ഇവർ കാണുന്നത്. പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. അതെ.